നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയുള്ള സൂപ്പർ 5 സീരീസ്, നമുക്കറിയാം ഏകദേശം 8 എപ്പിസോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 9ാമത്തെ എപ്പിസോഡാണ്. സൂപ്പർ 5 സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡ്. ഇത് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് ഒന്നും എടുത്തു പറയാനില്ല. പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങൾ, മിക്സഡ് ടൈപ്പ്, അത് ലോയിൽ നിന്നാവാം, കോർപ്പറേഷൻ ആവാം, ഫോറിൻ കോർപ്പറേഷൻ ആവാം, ബാങ്കിങ് ആവാം, എന്തുവാകും. അങ്ങനെ 5 ചോദ്യങ്ങളും, പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകളും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെയാണ്. അപ്പോൾ 8 സീരീസ് നമ്മൾ ഇതുവരെ യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി? മാർക്കറ്റ് ഫെഡ്, കേര ഫെഡ്, കൺസ്യൂമർ ഫെഡ്, കാപ്പെക്സ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി? ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ലോ എടുത്തു നോക്കുമ്പോൾ റൂള് 15 നമുക്ക് പഠിക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി. ഓക്കെയാണ്. അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സൊസൈറ്റീസിനെ നമ്മൾ പല ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. ആ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട റൂളാണ് എന്തെന്ന് പറയുന്നത് റൂള് 15. ആ റൂളിലെ ഓരോ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് നമുക്ക് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എക്സാമ്പിൾ, ഓരോ സൊസൈറ്റീസും ഏത് ടൈപ്പിൽ വരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാം. താഴെ തന്നിരിക്കുന്ന ഈ പറയുന്ന മാർക്കറ്റ് ഫെഡ്, കേര ഫെഡ്, കൺസ്യൂമർ ഫെഡ്, കാപ്പെക്സ്, ഈ പറയുന്ന സൊസൈറ്റീസിൽ അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി ഏതാണെന്നാണ് ചോദ്യം. അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി ഏതാണ്? അപ്പോൾ നോക്കുക, ഇതിൽ അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് എന്നു പറയുന്നത് കേര ഫെഡ്. ഓർത്തു വെക്കുക, കേര ഫെഡ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിയാണ്. കേര ഫെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിയാണ്. ഓക്കെയാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി, ഇപ്പൊ കേര ഫെഡ് ഓപ്ഷനിലുണ്ടെങ്കിൽ കേര ഫെഡ് ഒരു അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിയാണ്. നോക്കാം. റൂള് 15, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്. നമുക്ക് 201 റൂളാണ് പഠിക്കാനുള്ളത്. 110 സെക്ഷനും 201 റൂളുമാണ് KCS ആക്ട് 1969 പഠിക്കാനുള്ളത്. അതിൽ റൂള് 15 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്. റൂള് 15 എന്തുവാ? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്. പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റൂള് 15 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ 80 സബ്സെക്ഷൻ 1 പ്രകാരവും സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സൊസൈറ്റീസിനെ അതിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ പല ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി പറയുന്ന റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റൂള് 15. അപ്പോൾ പഠിച്ചു വെച്ചോ. റൂള് 15 എന്ന് പറഞ്ഞത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. നോക്കാം. ആഫ്റ്റർ രജിസ്ട്രേഷൻ, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സൊസൈറ്റി ഏത് ടൈപ്പിലുള്ളതാണ് എന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആ സൊസൈറ്റി എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റോടു കൂടിയാണ് ഫോം ചെയ്തിരിക്കുന്നത്, ആ ഒരു സൊസൈറ്റിയുടെ സ്വഭാവം എന്താണ് നോക്കാം. After registration, the registrar shall classify the societies according to its objective. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട്. റൂള് 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് റൂള് 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഈ പറയുന്ന റൂള് 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഓക്കെയാണ്. അപ്പൊ നമുക്ക് 2 ചോദ്യങ്ങൾ കിട്ടി. റൂള് 15 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്.
ഈ പറയുന്ന റൂള് 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ ആണ്. നോക്കാം. അക്കോർഡിംഗ് ടു റൂൾ 15 സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 13 ടൈപ്പ്. സൊസൈറ്റീസിനെ റൂൾ 15 പ്രകാരം രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ എത്ര തരത്തിലുള്ള സൊസൈറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 13 ടൈപ്പാണ്. ഓർത്തു വെക്കുക, റൂള് 15 പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എത്ര എണ്ണമായിട്ടാണെന്ന് ചോദിച്ചാൽ എത്ര എണ്ണമായിട്ടാണ്? 13 ടൈപ്പായിട്ടാണ്. ഓർത്തു വെക്കുക, 13 ടൈപ്പാണ്. 13ാമത്തെ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. റൂള് 15 പ്രകാരം രജിസ്ട്രാർ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ 13 ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഫോം ചെയ്യുന്നത്. 13ാമത്തെ ടൈപ്പ് ഏത് സൊസൈറ്റി ആണെന്ന് ചോദിച്ചാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. 13ാമത്തെ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. റൂള് 15(1) AA ഇത് പ്രധാനപ്പെട്ട ഒരു റൂളാണ്. റൂള് 15 സബ് റൂള് 1 AA എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. റൂള് 15(1) AA എന്താണ് അവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റിയാണ്. പരീക്ഷയുടെ ചോദ്യം ഇതാണ്. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിന് എക്സാമ്പിൾ ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഓർത്തു വെക്കുക, ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഓപ്ഷനിൽ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി പറയുന്ന റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ റൂള് 15 സബ് റൂള് 1 AA ആണ്. ഓക്കെ ആണ്. റൂള് 15 എന്തുവാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. ആ തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത് അധികാരമാർക്കാണ്? രജിസ്ട്രാർക്കാണ്. അങ്ങനെ എത്ര സൊസൈറ്റീസ് എത്ര ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 13 ടൈപ്പായിട്ടാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അതിന്റെ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണ്. 13ാമത്തെ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓർത്തു വെക്കുക, ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ഫെഡ്. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പഠിച്ചത് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കേരാ ഫെഡ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി, മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഏതാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഫെഡ് ആണ്. പഠിച്ചു വെച്ചോ. അപ്പെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഫെഡ് ആണ്. അപ്പെക്സ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാപ്പെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ്. ഈ 3 സൊസൈറ്റീസ് നിങ്ങൾ ഓർത്തു വെച്ചോണം. അപ്പെക്സ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി. നേരത്തെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണം ഏതാണെന്ന് പറഞ്ഞത് ഏതായിരുന്നു? കേരാ ഫെഡ് ആയിരുന്നു. ഇനി ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് അല്ലാത്തതേത് എന്ന് ചോദിച്ചിട്ട് ഈ പറയുന്ന കാപ്പെക്സും ടെക്സ്ഫെഡും സെറിഫെഡും ഒക്കെ 3 ഓപ്ഷനായിട്ട് തന്നിട്ട് അതിനകത്ത് ഒരു കേരാ ഫെഡ് കൂടെ ഇട്ട് തരും. അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള സൊസൈറ്റിയുടെ പേര് തരും. അപ്പം പഠിച്ചു വെക്കുക, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെക്സ്ഫെഡ്, കാപ്പെക്സ്, സെറിഫെഡ്. ഓക്കെ ആണല്ലോ. കാപ്പെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ്. CTS എന്ന് ഓർത്തു വെക്കുക. CTS കാപ്പെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ്. കാപ്പെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ അപ്പെക്സ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് ഉദാഹരണമാണ്. അപ്പെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഫെഡ്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കേരാ ഫെഡ് ആണ്. നോക്കാം. അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി നമ്മൾ പഠിച്ചതാണ് കേരാ ഫെഡ്. അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കേരാ ഫെഡ് ആണ്.
അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞു 13 ടൈപ്പ് ആയിട്ടാണ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് ഉദാഹരണമായിരുന്നു കെരാഫെഡ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് ഉദാഹരണമായിരുന്നു നമ്മൾ പഠിച്ച ക്യാപെക്സ്, ടെക്സ്ഫെഡ്, ഷെറിഫെഡ്. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ ആണല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ കറുപ്പിക്കുക. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണം എന്തുവാണ്? ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഓർ ഫെഡറൽ സൊസൈറ്റി, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് ഉദാഹരണം അഥവാ ഫെഡറൽ സൊസൈറ്റിക്ക് ഉദാഹരണം, കൂടുതലും ഫെഡറൽ സൊസൈറ്റി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റെയ്കോയും റബ്കോയുമാണ്. ഓക്കെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫെഡറൽ സൊസൈറ്റീസിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ റെയ്കോയും റബ്കോയുമാണ്. ഫെഡറൽ സൊസൈറ്റീസിന് ഉദാഹരണം എന്തുവാണ്? റെയ്കോയും റബ്കോയുമാണ്. അപ്പം അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് കെരാഫെഡ്. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അഥവാ ഫെഡറൽ സൊസൈറ്റീസിന് ഉദാഹരണമാണ് റെയ്കോയും റബ്കോയും. അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റിയാണ് കൺസ്യൂമർ ഫെഡ്. അപ്പെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി മാർക്കറ്റ് ഫെഡ്. അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കൺസ്യൂമർ ഫെഡ് ആണ്. ഏതാണ്? കൺസ്യൂമർ ഫെഡ് ആണ്. അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റി, ഓർത്തു വെച്ചോണം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രൊഡ്യൂസർ സൊസൈറ്റീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓഡ് വൺ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റീസിന് എക്സാമ്പിൾസ് ആണ് കയർഫെഡ്, ഹാൻഡെക്സ്, മത്സ്യഫെഡ്, മിൽമ. ഓക്കെ ആണ്. മിൽമ എന്ന് പറയുന്നത് അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റി ആണ്. ഈ പറയുന്ന മത്സ്യഫെഡ് എന്ന് പറയുന്നത് അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റി ആണ്. കയർഫെഡ് എന്ന് പറയുന്നത് അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റി ആണ്. ഹാൻഡെക്സ് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റി ആണ്. അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റീസ് ആണ് കയർഫെഡും ഹാൻഡെക്സും മത്സ്യഫെഡും മിൽമയും. അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി ആണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സുരഭിയാണ്. അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സുരഭിയാണ്. അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സുരഭിയാണ്. അപ്പോൾ അപ്പെക്സ് പ്രൊഡ്യൂസർ സൊസൈറ്റീസിന് ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലോട്ട് വന്നല്ലോ. ഏതൊക്കെയാ? നമ്മൾ ഒന്നല്ല പഠിച്ചത്. ഏതൊക്കെയാ? കയർഫെഡ് ഒരു പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ്. മത്സ്യഫെഡ് ഒരു പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ്. മിൽമ ഒരു പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ ഹാൻഡെക്സ് ഒരു പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ്. കെരാഫെഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ്? ഒരു അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. ഫെഡറൽ സൊസൈറ്റീസിന് അഥവാ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെയ്കോയും റബ്കോയും. റെയ്കോയും റബ്കോയും ഫെഡറൽ സൊസൈറ്റി അഥവാ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണ്. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ ആണേ. അപ്പെക്സ് നോക്കിയേ, സെൻട്രൽ ലെവൽ കൺസ്യൂമർ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ DWCS ആണ്. സെൻട്രൽ ലെവൽ കൺസ്യൂമർ സൊസൈറ്റി. അപ്പെക്സ് കൺസ്യൂമർ സൊസൈറ്റി ആണ് കൺസ്യൂമർ ഫെഡ് എങ്കിൽ സെൻട്രൽ ലെവൽ കൺസ്യൂമർ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? DWCS ആണ്. സെൻട്രൽ ലെവൽ കൺസ്യൂമർ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ DWCS ആണ്. ഓർത്തു വെക്കുക. റൂൾ 15 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പെക്സ് ഹോസ്പിറ്റൽ സൊസൈറ്റി ഹോസ്പിറ്റൽ ഫെഡ്. അപ്പെക്സ് ഹോസ്പിറ്റൽ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ ഫെഡ് ആണ്. അപ്പെക്സ് SC/ST സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ SC/ST ഫെഡ് ആണ്. SC/ST സൊസൈറ്റീസുകളുടെ അപ്പെക്സ് ഏതാണെന്ന് ചോദിച്ചാൽ SC/ST ഫെഡ് ആണ്. വനിതാ സൊസൈറ്റികളുടെ അപ്പെക്സ് ഏതാണെന്ന് ചോദിച്ചാൽ വനിതാ ഫെഡ് ആണ്. അപ്പെക്സ് ടൂറിസം സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ടൂർ ഫെഡ് ആണ്. മിസലേനിയസ് സൊസൈറ്റി ആണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി ആയിട്ട് നമ്മൾ പഠിച്ചത് എന്തുവാണ്? ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്.
അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ മിസലേനിയസ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആണ്. അപ്പോൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മിസലേനിയസ് സൊസൈറ്റിയാണ്. അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഉദാഹരണമാണ്. അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഉദാഹരണമാണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്നാൽ നമ്മൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്തായിരുന്നു പഠിച്ചത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അതൊരു ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഓക്കെ ആണല്ലോ. ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിന് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. നോക്കാം. അപ്പൊ നമ്മൾ റൂൾ 15 ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. റൂൾ 15 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ആരാണെന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആണെന്ന് പറഞ്ഞു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര തരത്തിലാണ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. 13 തരത്തിലാണ്, 13 ടൈപ്പ് ഉണ്ട്. 13ാമത്തെ ടൈപ്പായിട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അങ്ങനെ ഓരോ തരത്തിലുള്ള സൊസൈറ്റീസിനൊക്കെ എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ആണ് കേരാഫെഡ്. പ്രൊഡ്യൂസർ സൊസൈറ്റീസിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ച ഏതൊക്കെ? മിൽമയും ഈ പറയുന്ന കയർഫെഡും ഒക്കെ. ഓക്കെയാണേ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. വനിതാ ഫെഡ് സ്റ്റാർട്ടഡ് ഇൻ, നമ്മൾ റൂൾ 15 അപ്പെക്സ് വനിതാ സൊസൈറ്റി ആയിട്ട് നമ്മൾ പഠിച്ചതാണ് വനിതാ ഫെഡ്. ഈ പറയുന്ന വനിതാ ഫെഡ് നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1965 ആണോ 2001 ആണോ 2003 ആണോ 1960 ആണോ? വനിതാ ഫെഡ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഇപ്പോൾ ഇവിടെ വെച്ച് അങ്ങ് പഠിക്കുക 2003 വനിതാ ഫെഡ് അപ്പെക്സ് വനിതാ സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്? വനിതാ ഫെഡ് എന്ന് പറയുന്നത് വനിതാ ഫെഡ് സ്റ്റാർട്ടഡ് ഇൻ 2003 ഓക്കെ ആണേ. നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ? പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ എക്സാമ്പിൾ ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ആ പറയുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എന്ന് നിലവിൽ വന്നു, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദ്യമാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വരുന്നതാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് നിലവിൽ വന്ന വർഷവും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പൊ ഇവിടെ വെച്ച് അങ്ങ് പഠിച്ച് സെറ്റ് ആവാം. വനിതാ ഫെഡ് ഏത് വർഷമാണ് പറഞ്ഞേ? 2003 ഓക്കെയാണ്. ഇനി നോക്കാം. മാർക്കറ്റ് ഫെഡ് നിലവിൽ വന്ന വർഷമാണ് 1960. പഠിച്ചു വെച്ചോ. മാർക്കറ്റ് ഫെഡ് നിലവിൽ വന്ന വർഷമാണ് 1960. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. ഓക്കെയാണ്. മാർക്കറ്റ് ഫെഡ് 1960, ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി. റബ്ബർ മാർക്ക് നിലവിൽ വന്ന വർഷമാണ് 1971. ഈ വർഷങ്ങളൊന്നും മറക്കരുത്, ഇതൊക്കെ പല എക്സാമുകളിലും മാറി മാറി ചോദിച്ചതാണ്. റബ്ബർ മാർക്ക് നിലവിൽ വന്ന വർഷം 1971. റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെയാണ്. അപ്പൊ കൺസ്യൂമർ ഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയാണ്. കൺസ്യൂമർ ഫെഡ് 1960 വന്നതെങ്കിൽ റബ്ബർ മാർക്ക് വന്നത് 1971. അടുത്തത് കേരാഫെഡ് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് കേരാഫെഡ് എന്ന് പറയുന്നത്. കേരാഫെഡ് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1987. ഓക്കെ ആണല്ലോ. കേരാഫെഡ് നിലവിൽ വന്ന വർഷം 1987. കേരാഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. പഠിച്ചു വെച്ചോ. കേരാഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ കൺസ്യൂമർ ഫെഡ് കൊച്ചിയിലാണ്, റബ്ബർ മാർക്ക് കൊച്ചിയിലാണ്, ഈ പറയുന്ന കേരാഫെഡ് തിരുവനന്തപുരത്താണ്. കേരാഫെഡ് നിലവിൽ വന്നത് 1987. ക്യാപെക്സ് നിലവിൽ വന്ന വർഷം 1984. ക്യാപെക്സ് നിലവിൽ വന്ന വർഷം 1984. ക്യാപെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലമാണ്. ഓർത്തു വെക്കുക. ക്യാപെക്സ് നിലവിൽ വന്ന വർഷം 1984.
കാപ്പെക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊല്ലത്താണ്. ടെക്സ്ഫെഡ് നിലവിൽ വന്നത് 1992 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ടെക്സ്ഫെഡ് 1992 നിലവിൽ വന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ സെറിഫെഡ് നിലവിൽ വന്ന വർഷം 1994 ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. റെയ്ഡ്കോ നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1972 റെയ്ഡ്കോ നിലവിൽ വന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. ഓർത്തു വെച്ചോ, റെയ്ഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കണ്ണൂരാണ്. റെയ്ഡ്കോയും റെപ്കോയും ഏത് ടൈപ്പ് സൊസൈറ്റി ആണെന്ന് നമ്മൾ പഠിച്ചത്? അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്, അഥവാ ഫെഡറൽ സൊസൈറ്റീസിന് എക്സാമ്പിൾ ആണ് റെയ്ഡ്കോയും റെപ്കോയും. റെയ്ഡ്കോ നിലവിൽ വന്ന വർഷം 1972. റെയ്ഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. റെപ്കോ നിലവിൽ വന്നത് 1997 അതിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെ? കണ്ണൂരിലാണ്. അപ്പോൾ റെയ്ഡ്കോയും റെപ്കോയും പഠിക്കാൻ എളുപ്പമാണല്ലോ. റെയ്ഡ്കോയും റെപ്കോയും ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. റെയ്ഡ്കോ വന്നത് 72 റെപ്കോ വന്നത് 1997 കൺസ്യൂമർ ഫെഡ് വന്നത് 1965 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളം അഥവാ കൊച്ചിയിലാണ്. കൺസ്യൂമർ ഫെഡ് എവിടെയായിരുന്നു? 1965 കൊച്ചിയിലാണെങ്കിൽ മാർക്കറ്റ് ഫെഡ് 1960 കൊച്ചിയിലാണ്. കയർ ഫെഡ് നിലവിൽ വന്നത് 1979 ഓർത്തുവെക്കുക. കയർ ഫെഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ സൊസൈറ്റി ആണെന്നാണ് നമ്മൾ പഠിച്ചത്. കയർ ഫെഡ് നിലവിൽ വന്നത് 1979 കയർ ഫെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതെവിടെയാണ്? ആലപ്പുഴയിലാണ്. കയർ ഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനും അത് എന്ന് നിലവിൽ വന്നു അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും മാറി മാറി എക്സാമുകളിൽ ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. അടുത്തത് ഹാൻഡെക്സ് നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ 1961 സ്ഥിരം CSEB-യിലേക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു വർഷമാണ്. ഹാൻഡെക്സ് നിലവിൽ വന്ന വർഷമാണ് 1961. ഹാൻഡെക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ഹാൻഡെക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. മത്സ്യഫെഡ് നിലവിൽ വന്നത് 1984. മത്സ്യഫെഡ് 1984. മത്സ്യഫെഡ് എന്ന് പറയുന്നതും എന്താണ്? ഒരു പ്രൊഡ്യൂസർ സൊസൈറ്റി ആണെന്നാണ് നമ്മൾ പഠിച്ചത്. അത് 84 നിലവിൽ വന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. മത്സ്യഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. മിൽമയും എന്താണ്? ഒരു പ്രൊഡ്യൂസർ സൊസൈറ്റി തന്നെയാണ്. മിൽമ പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ്. 1980 മിൽമ നിലവിൽ വന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഓക്കെ ആണല്ലോ. മിൽമ 1980, ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസിന് എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പഠിച്ചത് സുരഭി. അപ്പെക്സ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റിയാണ് സുരഭി എന്ന് പറയുന്നത്. അത് നിലവിൽ വന്ന വർഷം 1964. വെരി ഇമ്പോർട്ടൻറ്റ്. സുരഭി നിലവിൽ വന്ന വർഷം 1964. സുരഭിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയാണ്. ഓർത്തു വെക്കുക, സുരഭിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. ഹോസ്പിറ്റൽ ഫെഡ് വന്നത് 1999. അപ്പെക്സ് ഹോസ്പിറ്റൽ സൊസൈറ്റിയാണ് ഹോസ്പിറ്റൽ ഫെഡ് നിലവിൽ വന്ന വർഷം 1994. 1999. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. SC/ST ഫെഡ് നിലവിൽ വന്നത് 1981. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ വനിതാ ഫെഡ് നിലവിൽ വന്നത് നമ്മൾ പഠിച്ചതാണ് 2003. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ടൂർ ഫെഡ് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2011. ഓർത്തു വെക്കുക, ടൂർ ഫെഡ് നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചാൽ 2011. ടൂർ ഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ തന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതിന്റെ വർഷങ്ങൾ ഒന്നും വിട്ടു പഠിക്കേണ്ട അല്ല, എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ചോദിച്ചതാണ്. നോക്കാം. സൂപ്പർ 5 സീരീസിലെ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യമാണ്. In case of refusal of application for membership,
the decision shall be communicated to the applicant within dash days. ഓക്കെ ആണല്ലോ. സെക്ഷൻ 16 ഹൂ മേ ബിക്കം മെമ്പർ അല്ലേ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സൊസൈറ്റീസിലോട്ട് ഒരു പേഴ്സൺ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ, ആ ഒരു സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ ആഗ്രഹത്തോടു കൂടി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്ത് ആ പറയുന്ന മെമ്പറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ആപ്ലിക്കേഷൻ റെഫ്യൂസ് ആയി പോയാൽ ഈ പറയുന്ന പേഴ്സണ് മെമ്പറിനെ നേരിട്ട് എത്ര നാൾക്കുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 7 ദിവസമാണോ, 30 ദിവസമാണോ, 15 ദിവസമാണോ, 60 ദിവസമാണോ? ഓർത്തു വെക്കുക, ഇൻ കേസ് ഓഫ് റെഫ്യൂസൽ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് the decision shall be communicated to the applicant within 15 days ആണ്. ഓർത്തു വെക്കുക, മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റെഫ്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ മെമ്പറിനെ എത്ര നാൾക്കുള്ളിലകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ 15 ദിവസത്തിനകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓർത്തു വെക്കുക. അപ്പം സെക്ഷൻ 16 ഹൂ മേ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. 110 സെക്ഷൻ ഉണ്ട്. നമ്മൾ ഈ സീരീസിൽ പല പല സെക്ഷനുകളും ചർച്ച ചെയ്തു പോകുന്നുണ്ട്. സെക്ഷൻ 16 എന്താണെന്ന് ചോദിച്ചാൽ ഹൂ മേ ബിക്കം മെമ്പർ ഓഫ് എ സൊസൈറ്റി. ഹൂ മേ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് സെക്ഷൻ 16. അതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂള് 16. അപ്പോൾ സെക്ഷൻ 16 റൂള് 16 മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. റൂള് 16 എന്താണെന്ന് ചോദിച്ചാൽ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ അഡ്മിഷൻ ഓഫ് എ മെമ്പർ. ഒരു മെമ്പറിനെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ട കണ്ടീഷൻസിനെ പറ്റി പറയുന്നതാണ് റൂള് 16. അപ്പോൾ സെക്ഷൻ 16 റൂള് 16 മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. റൂള് 17 എന്താണെന്ന് ചോദിച്ചാൽ റെസ്ട്രിക്ഷൻ ഓഫ് അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സർട്ടൈൻ സൊസൈറ്റി. ചില സൊസൈറ്റീസ് ഓപ്പൺ മെമ്പർഷിപ്പ് അല്ല, എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും മെമ്പർഷിപ്പ് ചില സൊസൈറ്റീസ് കൊടുക്കാറില്ല. ചില സൊസൈറ്റീസ് ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന SC/ST സൊസൈറ്റി അല്ലേ, SC/ST ഫെഡ്, ഈ പറയുന്ന സൊസൈറ്റീസിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അവിടെ മെമ്പർഷിപ്പ് ഉള്ളൂ. അല്ലാതെ ജനറൽ കാറ്റഗറിയിലോ അല്ല മറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊന്നും ഈ പറയുന്ന സൊസൈറ്റീസിൽ മെമ്പർ ആവാൻ കഴിയില്ല. അത്തരത്തിൽ ചില സൊസൈറ്റീസിനെ ഈ പറയുന്ന മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസിനെ പറ്റി പറയുന്ന ഏതൊക്കെ സൊസൈറ്റീസ് ആണെന്ന് പറയുന്നത് റൂള് 17 ആണ്. അപ്പോൾ സെക്ഷൻ 16 റൂള് 16 റൂള് 17 എന്താണ്? മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 16 ഹൂ മേ ബിക്കം മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ റൂള് 16 കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് അഡ്മിഷൻ ഓഫ് എ മെമ്പർ. റൂള് 17 റെസ്ട്രിക്ഷൻ ഓഫ് അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സർട്ടൻ സൊസൈറ്റി. ഓക്കെ ആണല്ലോ. മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2L. ഓർത്തു വെക്കുക, മെമ്പറിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2L ആണ്. നമുക്കറിയാം സെക്ഷൻ 2 എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ ആണ്. സെക്ഷൻ 2 ഡെഫിനിഷൻ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ഡെഫിനിഷൻ ആണ് ഈ പറയുന്ന സെക്ഷൻ 2ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 2L എന്താണെന്ന് ചോദിച്ചാൽ മെമ്പറിനെ ഡിഫൈൻ ചെയ്യുവാണ്. ഒരു മെമ്പർ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2L. A decision for application for membership should be taken by the managing committee within 2 months from the date of receipt of application. And ഈ ഒരു ഡേറ്റ് പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു മെമ്പർ ആവാൻ താല്പര്യത്തോടു കൂടി ഒരു പേഴ്സൺ, ഒരു വ്യക്തി ഒരു സൊസൈറ്റിയെ സമീപിക്കുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് ആ സൊസൈറ്റിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. ആ ആപ്ലിക്കേഷൻ മേൽ ഈ പറയുന്ന മാനേജിങ് കമ്മിറ്റി, ആ ഒരു സൊസൈറ്റീസിലെ മാനേജിങ് കമ്മിറ്റി എത്ര നാൾക്കകം തീരുമാനമെടുക്കണമെന്ന് ചോദിച്ചാൽ 2 മാസത്തിനകം തീരുമാനമെടുക്കണം. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട്
ഒരു വ്യക്തി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന്മേൽ എത്ര നാൾക്കുള്ളിൽ തീരുമാനമെടുക്കണം എന്ന് ചോദിച്ചാൽ 2 മാസത്തിനകം തീരുമാനം എടുക്കണം. ഓക്കെ ആണല്ലോ. ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് എത്ര നാൾക്കുള്ളിൽ തീരുമാനം എടുക്കണം? 2 മാസം. എന്നാൽ റെഫ്യൂസൽ പോയാലോ? അത് റെഫ്യൂസ് ആയി പോയാൽ എന്ന് വെച്ചാൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ എന്തെങ്കിലും കേസിൽ നിരസിച്ചു കഴിഞ്ഞാൽ അത് എത്ര നാൾക്കുള്ളിൽ ഈ പറയുന്ന മെമ്പറിനെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ അറിയിക്കണമെന്ന് ചോദിച്ചാൽ 15 ദിവസത്തിനകം അറിയിക്കണം. നമ്മൾ പഠിച്ചതാ. If the managing committee does not take such a decision within 2 months, the proposed member can give a representation to the registrar, and if he is not satisfied, representation before government. ഓക്കെ ആണല്ലോ. എന്താണ് റെപ്രസെന്റേഷൻ, എന്താണ് അപ്പീൽ? രണ്ടാണ്. ഓർത്തു വെക്കുക. റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ മെമ്പർഷിപ്പിന്മേൽ തീരുമാനമെടുക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ്, അതിൽ തീരുമാനമെടുക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കേണ്ടത് ആ പറയുന്ന വ്യക്തിയെ മെമ്പർ ആക്കണോ വേണ്ടായോ എന്ന് തീരുമാനമെടുക്കേണ്ടത് 2 മാസത്തിനകമാണെന്ന് നമ്മൾ പഠിച്ചു. നിരസിക്കുന്ന കേസിൽ അത് എത്ര നാൾക്കുള്ളിൽ ആ പറയുന്ന വ്യക്തിയെ അറിയിക്കണം? 15 ദിവസത്തിനകം അറിയിക്കണം. എന്നാൽ ഈ റെപ്രസെന്റേഷൻ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ 2 മാസം കഴിഞ്ഞിട്ടും അവിടെ നിരസിച്ചതുമില്ല, സ്വീകരിച്ചതുമില്ല, യാതൊരുവിധ അനക്കവും ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു റെപ്രസെന്റേഷൻ ഫയൽ ചെയ്യും. ഓക്കെ ആണല്ലോ. എന്നാൽ അപ്പീൽ ഏത് സമയത്താണ് പോകുന്നത്? ഈ പറയുന്ന മാനേജിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു, ഒന്നെങ്കിൽ നിരസിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്ന കേസിലില്ല. നിരസിക്കുവാണെങ്കിൽ, റെഫ്യൂസൽ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന മെമ്പറിന് അതിന്റെ ഹയർ അതോറിറ്റിയിൽ വീണ്ടും ഈ പറയുന്ന ആപ്ലിക്കേഷനുമായി ചെല്ലാം. അതിനെ പറയുന്നതാണ് അപ്പീൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന ആപ്ലിക്കേഷന് യാതൊരുവിധ അനക്കവും ഇല്ലാതെ അത് നിരസിക്കുന്നുമില്ല, സ്വീകരിക്കുന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ ഇതിൽ മേൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പറയുന്ന വ്യക്തി ഹയർ അതോറിറ്റിയിൽ മേൽ പോകുന്നതാണ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നോക്കുക. ഇഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഡസ് നോട്ട് ടേക്ക് സച്ച് ഡിസിഷൻ വിത്തിൻ 2 months, മാനേജിംഗ് കമ്മിറ്റി ഈ പറയുന്ന 2 മാസത്തിനകവും യാതൊരുവിധ തീരുമാനവും എടുത്തിട്ടില്ല, the proposed member, ആ പറയുന്ന മെമ്പർ can give a representation to the registrar. മെമ്പർഷിപ്പിന്മേൽ തീരുമാനം എടുക്കാനുള്ള ആദ്യത്തെ അതോറിറ്റി മാനേജിംഗ് കമ്മിറ്റിക്കാണ്. പക്ഷെ മാനേജിംഗ് കമ്മിറ്റി യാതൊരുവിധ അനക്കവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഹയർ അതോറിറ്റിക്ക് ഈ പറയുന്ന പ്രപ്പോസ്ഡ് മെമ്പർ ഒരു റെപ്രസെന്റേഷൻ ഫയൽ ചെയ്യുന്നു. ആ പറയുന്ന അതോറിറ്റിയാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഹയർ അതോറിറ്റി, മാനേജിംഗ് കമ്മിറ്റിക്ക് മുകളിലുള്ള ആളാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. രജിസ്ട്രാർ യാതൊരുവിധ അനക്കവും ഇല്ലെങ്കിൽ വീണ്ടും ഒരു റെപ്രസെന്റേഷൻ ഫയൽ ചെയ്യാം. അതെങ്ങോട്ട്? രജിസ്ട്രാർക്ക് മുകളിലുള്ള ഗവൺമെന്റിലോട്ട് ഫയൽ ചെയ്യാം. അതാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇഫ് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് റെപ്രസെന്റേഷൻ ബിഫോർ ഗവൺമെന്റ്. ആദ്യം മാനേജിംഗ് കമ്മിറ്റിക്കാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. തീരുമാനമെടുക്കാൻ 2 മാസത്തിനകം, നിരസിക്കുവാണെങ്കിൽ 15 ദിവസത്തിനകം ഈ പറയുന്ന പ്രപ്പോസ്ഡ് മെമ്പറെ അറിയിക്കണം. യാതൊരുവിധ ഒരു അറിയിപ്പും കിട്ടുന്നില്ല എങ്കിൽ ഈ പറയുന്ന പ്രപ്പോസ്ഡ് മെമ്പറിന് റെപ്രസെന്റേഷന് പോകാം. രജിസ്ട്രാർക്ക് ആദ്യം പോകാം. രജിസ്ട്രാർ അടുത്ത് പോയിട്ടും കാര്യമില്ലെങ്കിൽ എങ്ങോട്ട് പോകാം? ഗവൺമെന്റിലേക്ക് പോകാം. The registrar or government should take a decision within 30 days from the date of such a representation. അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ രജിസ്ട്രാർക്ക് മുമ്പിലോ ഗവൺമെന്റിന് മുമ്പിലോ വന്നു കഴിഞ്ഞാൽ അതിൽമേൽ തീരുമാനം എടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 30 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ എക്സാമിന് ചോദിച്ചതാണ്, ഒരു ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് മാനേജിംഗ് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടത് 2 മാസത്തിനകമാണ്. എന്നാൽ 2 മാസത്തിനകം അത് യാതൊരുവിധ തീരുമാനവും ആയില്ല, നിരസിക്കുന്നുമില്ല, യാതൊരുവിധ ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല, ഈ പ്രപ്പോസ്ഡ് മെമ്പറിന് കിട്ടുന്നില്ല. ആ സാഹചര്യത്തിലാണ് അതിന്റെ ഹയർ അതോറിറ്റിക്ക് റെപ്രസെന്റേഷൻ ഫയൽ ചെയ്യുന്നത്. റെപ്രസെന്റേഷൻ ഫയൽ ചെയ്താൽ എത്ര നാൾക്കുള്ളിലകം അത് തീരുമാനമെടുക്കണം എന്ന് ചോദിച്ചാൽ 30 ദിവസത്തിനകം തീരുമാനമെടുക്കണം. ഓർത്തു വെച്ചോണേ. In case of refusal of membership by managing committee, the decision shall be communicated within 15 days. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളുടെ ചോദ്യം അതായിരുന്നു അല്ലേ. ഈ പറയുന്ന മാനേജിംഗ് കമ്മിറ്റി മെമ്പർഷിപ്പ് മേൽ തീരുമാനമൊന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ നിരസിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രപ്പോസ്ഡ് മെമ്പറിനെ എത്ര നാൾക്കുള്ളിലകം വിവരം അറിയിക്കണം എന്ന് ചോദിച്ചാൽ 15 ദിവസത്തിനകം വിവരം അറിയിക്കണം. അങ്ങനെ നിരസിച്ചു കഴിഞ്ഞാൽ അപ്പീൽ പോകണം അല്ലെ. നിരസിക്കുന്ന കേസിലാണ് മെമ്പർ എന്തിനു പോകുന്നത്? അപ്പീലിന് പോകുന്നത്. അപ്പീൽ ഫോർ റെഫ്യൂസൽ ഷുഡ് ബി ഗിവൺ ടു ദ രജിസ്ട്രാർ വിത്തിൻ 16 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെഫ്യൂസൽ.
അപ്പീൽ പോകേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ എത്ര നാൾക്കുള്ളിലാണ്? 60 ദിവസത്തിനുള്ളിലാണ്. ഓർത്തു വെച്ചോണം, ഈ പറയുന്ന പ്രപ്പോസ്ഡ് മെമ്പർ എത്ര നാൾക്കുള്ളിലാണ് മെമ്പർഷിപ്പുമായുള്ള അപ്പീൽ പോകേണ്ടതെന്ന് ചോദിച്ചാൽ എത്ര ദിവസത്തിനുള്ളിലാണ്? 60 ദിവസത്തിനുള്ളിലാണ്. അപ്പീൽ ഷുഡ് ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഡിസിഷൻ. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന അപ്പീല് അതിന്റെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള രജിസ്ട്രാർക്കാണ് പോകുന്നത്. രജിസ്ട്രാർ ഈ അപ്പീൽ മേൽ എത്ര നാൾക്കുള്ളിലകം തീരുമാനം എടുക്കണമെന്ന് ചോദിച്ചാൽ 30 ദിവസത്തിനകം തീരുമാനം എടുക്കണം. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച റെപ്രസെന്റേഷൻ മേൽ തീരുമാനം എടുക്കേണ്ടത് 30 ദിവസമാണ്, അപ്പീൽ മേൽ തീരുമാനം എടുക്കേണ്ടത് 30 ദിവസമാണ്. എന്നാൽ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് തീരുമാനം എടുക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. അഥവാ നിരസിക്കുകയാണെങ്കിൽ അത് എത്ര ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന മെമ്പറെ അറിയിക്കണം? 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. ഓക്കെ ആണല്ലോ. റെപ്രസെന്റേഷൻ എപ്പോൾ കൊടുക്കണം, അപ്പീൽ എപ്പോൾ കൊടുക്കണം എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് 4ാമത്തെ ചോദ്യം നോക്കാം. ഹു റെക്കമെൻഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് RRBs? RRB ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. RRB എന്താണ്? RRB എന്ന് വെച്ചാൽ റീജിയണൽ റൂറൽ ബാങ്ക്. ഓക്കെ ആണല്ലോ. റീജിയണൽ റൂറൽ ബാങ്ക് ആണ് എന്ന് പറയുന്നത് RRB. ഈ പറയുന്ന RRBയെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. ആരാണ് ഈ പറയുന്ന RRB റീജിയണൽ റൂറൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്ത് ശുപാർശ ചെയ്തത്? മൽഹോത്ര കമ്മിറ്റിയാണോ, നരസിംഹൻ കമ്മിറ്റിയാണോ, ഗുപ്ത കമ്മിറ്റിയാണോ, നരിമാൻ കമ്മിറ്റിയാണോ? അപ്പോൾ ഇവിടെ വെച്ചങ്ങ് പഠിക്കുക. RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നരസിംഹൻ കമ്മിറ്റിയാണ്. RRB റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നരസിംഹൻ കമ്മിറ്റിയാണ്. നോക്കാം. റീജിയണൽ റൂറൽ ബാങ്ക് RRBയുമായി ബന്ധപ്പെട്ട് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ. എന്താണ് RRB? RRBയുടെ ഫുൾ ഫോം അവിടെ പറഞ്ഞിട്ടുണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക്. RRB റീജിയണൽ റൂറൽ ബാങ്ക്. The government of India set up regional rural bank on October 2nd 1975 as per the recommendation of Narasimhan Committee. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന വർഷം വിത്ത് ഡേറ്റ് ചോദിക്കുന്നതാണ്. വർഷം മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ഡേറ്റ് ഉൾപ്പെടെ പഠിക്കണം. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് ഒക്ടോബർ 2 1975 ഒക്ടോബർ 2 1975 ഓക്കെ ആണല്ലോ. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ നരസിംഹൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ പറയുന്ന RRB ഫോം ചെയ്തത്. RRB നിലവിൽ വന്ന വർഷം 1975 ഒക്ടോബർ 2. RRB ആക്ട് പാസ്ഡ് ഇൻ ദി ഇയർ 1976. ഇവിടെ ബാങ്ക് നിലവിൽ വന്ന ശേഷമാണ് അവിടെ ആക്ട് നിലവിൽ വന്നത്. ഓർത്തു വെക്കുക, ഈ പറയുന്ന റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. എന്നാൽ RRB ആക്ട് നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ അടുത്ത വർഷം 1976 ഓർത്തു വെക്കുക. ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. ഓർത്തു വെച്ചോണേ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൊറാദാബാദിലാണ്, ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ഈ പറയുന്ന പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെക്കുക, ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. അത് എവിടെയാണ് നിലവിൽ വന്നത്? മൊറാദാബാദിലാണ്. അത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. വിച്ച് വാസ് സ്പോൺസേർഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. പരീക്ഷയുടെ ഒരു ചോദ്യമാണ്. ഈ പറയുന്ന പ്രഥമ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത് മൊറാദാബാദ് ഉത്തർപ്രദേശിലാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ അത് സ്പോൺസർ ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. പ്രഥമ ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ സിൻഡിക്കേറ്റ് ബാങ്ക് ആണ്. RRB സ്റ്റാർട്ടഡ് ഇൻ കണക്ഷൻ വിത്ത് 20th പോയിന്റ് പ്രോഗ്രാം. 20 ദിന പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ബാങ്കാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഥമ ഗ്രാമീൺ ബാങ്ക് അഥവാ ഈ പറയുന്ന RRB എന്ന് പറയുന്ന സംഗതി.
റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് 20 ദിന പരിപാടി അഥവാ 20th പോയിന്റ് പ്രോഗ്രാമിന്റെ ഫലമായിട്ടാണ്. ദ റെഗുലേറ്റിംഗ് അതോറിറ്റി ഓഫ് RRB ആണ്. RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ RBI ആണ്. എന്നാൽ സൂപ്പർവൈസറി അതോറിറ്റി ഏതാണ്? ഈ പറയുന്ന RRBയെ സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നബാർഡ് ആണ്. ഓർത്തു വെച്ചോണേ, തിരിഞ്ഞു പോകല്ലേ. RRBയെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. എന്നാൽ RRBയെ സൂപ്പർവൈസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നബാർഡ് ആണ്. RRBയുടെ ഫുൾ ഫോം എന്തുവാ? റീജിയണൽ റൂറൽ ബാങ്ക്. RRB നിലവിൽ വന്നിരുന്ന 1975 ഒക്ടോബർ 2. ഓക്കെയാണ്. RRB ആക്ട് എന്ന 1976 ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മൊറാദാബാദ്, ഉത്തർപ്രദേശിലാണ്. ഈ പറയുന്ന പ്രഥമ ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർഷിപ്പ് ഏത് ബാങ്കിനാണ്? സിൻഡിക്കേറ്റ് ബാങ്കിനാണ്. ഓർത്തു വെക്കുക. അടുത്തത്, ഈ പറയുന്ന RRBയിലോട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും സ്പോൺസർ ബാങ്കിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര ശതമാനമാണെന്ന് കറക്റ്റായിട്ട് അതിന്റെ റേഷ്യോ പഠിച്ചു വെക്കണം. ഈ പറയുന്ന റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് കിട്ടുന്ന ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കിട്ടാറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് കിട്ടാറുണ്ട്, അതുപോലെ തന്നെ സ്പോൺസറിങ് ബാങ്കിൽ നിന്നും കിട്ടാറുണ്ട്. അതിന്റെ ആ ഒരു നിശ്ചിത പെർസെൻറ്റേജ് അറിഞ്ഞിരിക്കേണ്ടതാണ്. സെൻട്രൽ ഗവൺമെന്റിന് ഷെയർ ക്യാപിറ്റലിന്റെ 50% കിട്ടുന്നത്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഈ പറയുന്ന RRBക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് കിട്ടുന്നത് 50%. 50% ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ് RRBക്ക് കിട്ടുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്നത് 15%. സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സഹായം എന്ന് പറയുന്നത് 15%. സ്പോൺസറിംഗ് ബാങ്കിൽ നിന്നോ 35%. അപ്പോൾ 50, 15, 35. 50 എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ളത്, 15 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നുള്ളത്, 35 എന്ന് പറയുന്നത് സ്പോൺസർ ബാങ്കിൽ നിന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ RRB ഏതായിരുന്നു? നമ്മൾ പഠിച്ചേ പ്രഥമ ഗ്രാമീൺ ബാങ്ക്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ RRB ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർ ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ കാനറ ബാങ്ക് ആണ്. എന്നാൽ പ്രഥമ ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർ ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നു. കേരള ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർ ചെയ്യുന്ന ബാങ്കാണ് കാനറ ബാങ്ക്. ഏതാണ്? കാനറ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് മലപ്പുറത്താണ്. കേരള ഗ്രാമീൺ ബാങ്ക് എവിടാ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മലപ്പുറത്താണ്. ഓർത്തു വെക്കുക. അടുത്തത് 5ാമത്തെ ചോദ്യം ഫോറിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഫസ്റ്റ് കമ്മ്യൂൺ എസ്റ്റാബ്ലിഷ്ഡ് ചൈന വാസ്. ഫോറിൻ കോർപ്പറേഷൻ, നമുക്ക് പല രാജ്യങ്ങളുടെ സഹകരണം പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ചൈന. ചൈനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫസ്റ്റ് കമ്മ്യൂൺ എസ്റ്റാബ്ലിഷ്ഡ് ചൈന. ചൈനയിൽ നിലവിൽ വന്ന ആദ്യത്തെ കമ്മ്യൂൺ, ഫസ്റ്റ് കമ്മ്യൂൺ ഏതാണെന്നാണ് ചോദ്യം. ചൈനീസ് കമ്മ്യൂൺ ആണോ, ഇൻഡസ്കോസ് ആണോ, സ്പുട്നിക് ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ പഠിക്കുക, ഫസ്റ്റ് കമ്മ്യൂൺ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചൈന ഏതാണെന്ന് ചോദിച്ചാൽ സ്പുട്നിക് ആണ്. ഓർത്തു വെച്ചോണേ, ഫസ്റ്റ് കമ്മ്യൂൺ എസ്റ്റാബ്ലിഷ്ഡ് ചൈന സ്പുട്നിക് ആണ്. ഇതാണ് ചൈനയുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ചൈന. പ്രീവിയസ് ആയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളത് നോക്കാം. ഹോംലാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ചൈന. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹോംലാൻഡ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തത് 1912 മുതലാണ്. ചൈനയിൽ ഈ പറയുന്ന സഹകരണം ആരംഭിച്ചത്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1912 മുതലാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ്, ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സൺ യാറ്റ്സൺ ആണ്. സൺ യാറ്റ്സൺ ഈസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ചൈന.
ഓരോ രാജ്യങ്ങളുടെയും സഹകരണ പിതാക്കന്മാരെ പഠിക്കണം. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് അല്ലേ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ചോദിച്ചാൽ ഫെഡറിക് നിക്കോൾസൺ ആണ്, നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇവിടെ ചൈനയുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ സൺ യാട്സൺ ആണ്. ആരാണ്? സൺ യാട്സൺ. ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് അഡ്വേഴ്സിറ്റി. പ്രീവിയസ് ആയിട്ട് ഒരു എക്സാമിന് PSCയുടെ ഒരു എക്സാമിന് ചോദിച്ചതാണ്. പ്രോഡക്റ്റ് ഓഫ് അഡ്വേഴ്സിറ്റീസ്. പ്രോഡക്റ്റ് ഓഫ് അഡ്വേഴ്സിറ്റീസ് എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ, എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പദമാണ് എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഓഫ് അഡ്വേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദ ഫസ്റ്റ് കമ്മ്യൂൺ സ്റ്റാർട്ടഡ് ഇൻ ചൈന. ചോദ്യം അതായിരുന്നു, ഈ പറയുന്ന ചൈനയിലെ ഫസ്റ്റ് കമ്മ്യൂൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്മുട്നിക് ആണ്. ലോക്കൽ നെയിം ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഇൻ ചൈന, ചൈനീസ് കമ്മ്യൂൺ. തിരിഞ്ഞു പോകല്ലേ. ലോക്കൽ നെയിം ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്, ചൈനയിലെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിന്റെ ലോക്കൽ നെയിം ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചൈനീസ് കമ്മ്യൂൺ ആണ്. എന്നാൽ ഫസ്റ്റ് കമ്മ്യൂൺ, ചൈനയിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് കമ്മ്യൂൺ ഏതാണെന്ന് ചോദിച്ചാൽ സ്മുട്നിക് ആണ്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവിന്റെ ലോക്കൽ നെയിം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനീസ് കമ്മ്യൂൺ ആണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ചൈനയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ചൈനയിലെ ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1919 ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വന്നത്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഇൻ ചൈന, ഇൻഡസ്കോസ്. ഓർത്തു നോക്കുക, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഇൻ ചൈന, ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് അറിയപ്പെടുന്ന പേരാണ് ഇൻഡസ്കോസ്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1938. ഇൻഡസ്കോസ് 1938. അത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ആണ്. ചൈനയുടെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ആണ് ഇൻഡസ്കോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കമ്മ്യൂൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്മുട്നിക് ആണ്. എന്നാൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് അതിന്റെ ലോക്കൽ നെയിമായിട്ട് അറിയപ്പെടുന്നത് ചൈനീസ് കമ്മ്യൂൺ ആണ്. ഈ പറയുന്ന ചൈനയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം 1912 നമ്മൾ പഠിച്ചു. എന്നാൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാങ്ഹായ് നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1919 മുതലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതുപോലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.